മുടി കൊഴിച്ചിൽ താരൻ അതിന് പറ്റിയ ഒരു എണ്ണയാണ് ഈ കാണുന്നത്. ഇത് ഉണ്ടാക്കിയെടുത്ത ഒരു എണ്ണയാണ്. ഇനി ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ കാണുന്നത് കുറച്ച് ഡ്രൈ ആയ കറിവേപ്പിലയാണ്. ഈ കാണുന്നത് ചെറിയ ഉള്ളി, പിന്നെ സവാള. ചെറിയ ഉള്ളിയും സവാളയും കൂടെ ചെറിയ രീതിയിൽ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഈ കാണുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. നമ്മൾ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് ഉള്ളിയും, അതായത് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും മിക്സിയിൽ വെച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ബ്ലെൻഡ് ചെയ്യേണ്ട, വെറുതെ ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. അതിനുശേഷം എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഒരു തവ എടുക്കുക. അതിനുശേഷം അല്ലെങ്കിൽ ഒരു ചീനിച്ചട്ടി എടുക്കുക. അതിനുശേഷം ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് നിങ്ങൾ കണ്ടോ. ചൂടാക്കിയതിന് ശേഷം ആ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക. അതിന് മുന്നേ ആ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും മിക്സിയിൽ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് ഇതിപ്പം ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സമയം ആകുമ്പോഴേക്ക് ആ ചട്ടി ചൂടാകുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരുപാട് ബ്ലെൻഡ് ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ആവുന്ന രീതി മതി. ചട്ടി ചൂടായിട്ടുണ്ട്. അതിൽ ആവശ്യമായ വെളിച്ചെണ്ണ അതിലൊഴിക്കുക. എനിക്ക് ആവശ്യമായ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ആ എണ്ണ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പം ആ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഉള്ളി അതിലേക്കിടുക. ഇതിപ്പോൾ ഒരുമിച്ചിട്ടാലും കറിവേപ്പിലായിട്ട് ഇട്ടാൽ സെപ്പറേറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അരിഞ്ഞു വെച്ച അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ച ആ ഉള്ളി ഇതാ അതിലേക്ക് ഇടുന്നുണ്ട്. ഇതുപോലെ പതഞ്ഞ് വരുന്നതായിരിക്കും. ഈ സമയത്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ കറിവേപ്പ് അതിലേക്ക് ഇടുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള കറിവേപ്പില ഇട്ടാൽ മതി. ഇത്ര കണക്കൊന്നുമില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. എന്നിട്ടൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി ഇതുപോലെ ചെയ്ത് മാറ്റുക. ഒരുപാട് നേരം നിങ്ങളിങ്ങനെ ചെയ്യേണ്ട. ആ കറിവേപ്പില ഒന്ന് വഴണ്ട് വരുന്ന സമയമാകുമ്പോഴേക്ക് നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ആ കറിവേപ്പില ഒന്ന് വഴണ്ട് വരും, ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറും. ഇപ്പോൾ ഏകദേശം നമുക്ക് വേണ്ട രീതിയിലായിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് അത് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷമാണ് ഇത് മാറ്റിയെടുക്കേണ്ടത്. തണുത്തു. ഞാൻ എണ്ണ ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കറിവേപ്പില ഒന്ന് പിഴിഞ്ഞ് അതിലുള്ള വെളിച്ചെണ്ണ കൂടി ഗ്ലാസ് ബൗളിലേക്കോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ എവിടെയാണോ സൂക്ഷിക്കേണ്ടത് അതിലേക്ക് മാറ്റി വെക്കാം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളൊരു അരിപ്പ വെച്ച് അരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ആ എണ്ണയിൽ എന്തെങ്കിലും പൊടി അല്ലെങ്കിൽ കറിവേപ്പില പൊടിയൊക്കെ അതിൽ കാണും. സോ അതുകൊണ്ട് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സിമ്പിൾ, ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആയുർവേദിക് എണ്ണയാണ് ഇത്. ഉറപ്പായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കുറയുന്നതായിരിക്കും. മാക്സിമം ഞാനത് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ. വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്. സോ അതുകൊണ്ട് മാക്സിമം അത് ഊറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. മുടി കൊഴിച്ചിലും അകാല നിറയും ഉള്ളവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു.